ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ധന്യാസ് ഫാമിലി വ്ലോഗ്. അപ്പോൾ ബാക്കി വന്ന ചോറ് കൊണ്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റിയ, അതും വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ നല്ല ഒരു അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു സ്വീറ്റ് റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ദാ ഇവിടെ മിക്സിയുടെ ജാർ എടുത്ത് അതിലേക്ക് 2 കപ്പ് ചോറ് അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. 2 കപ്പ് ഞാൻ മെഷറിംഗ് കപ്പിൽ അളന്നെടുത്തതാണ്. അപ്പോൾ അത് ഞാൻ ദാ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് നമുക്ക് നല്ലോണം ഒരു ഫൈനായിട്ട് അരച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ദാ ഇവിടെ അരച്ച് റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ ദാ ഇവിടെ ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു ചെറിയ ബൗൾ എടുത്ത് അതിലേക്ക് നമുക്കൊരു 4 ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കണം കേട്ടോ. ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം കേട്ടോ. വറുത്തതോ വറുക്കാത്ത അരിപ്പൊടിയോ ഇടിയപ്പത്തിൻ്റെ പൊടി അങ്ങനെ ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാമേ. അപ്പോൾ അത് ഞാൻ 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് നമുക്കിതങ്ങ് കുഴച്ചെടുക്കണം കേട്ടോ. അപ്പോൾ 1/2 കപ്പ് വെള്ളം മുഴുവനായിട്ട് പെട്ടെന്ന് ഒഴിച്ച് കൊടുക്കാതെ കുറേശ്ശെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്ത് അതൊന്ന് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അങ്ങ് ഉടച്ചെടുക്കാമേ. അപ്പോൾ ഞാൻ ഇവിടെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ഉടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്കിത് ബാക്കി റെസിപ്പി തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ ബാക്കി 1/2 കപ്പ് വെള്ളം ഇതിലോട്ട് അങ്ങ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം അതങ്ങ് ഉടച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം ഒരു പാൻ വെച്ച് അതിലേക്ക് 1 കപ്പ് ശർക്കരയും 2 ടേബിൾ സ്പൂൺ എക്സ്ട്രാ 2 ടേബിൾ സ്പൂൺ ശർക്കരയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടുകൊണ്ട് നമുക്ക് ഇത് അങ്ങ് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ശർക്കര കുറുകിയൊന്നും വരണ്ട, നമുക്ക് എല്ലാം ഒന്ന് അലിഞ്ഞ് കിട്ടിയാൽ മാത്രം മതി കേട്ടോ. അപ്പോൾ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം അതങ്ങ് അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിലേക്ക് നമ്മൾ ഈ അരിച്ചെടുത്ത ശർക്കര പാനി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഈ സമയം നമ്മൾ ഫ്ലെയിം ഒന്നും ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതാ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരി നമുക്ക് ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാ അരച്ച് വെച്ചിട്ടുള്ള ചോറ് നമ്മൾ ഇതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതങ്ങ് സ്പൂൺ വെച്ച് തന്നെ നമുക്ക് നല്ലോണം അതങ്ങ് കലക്കി കൊടുക്കാം കേട്ടോ. പക്ഷേ ഇതിൽ കട്ടകളൊക്കെ ഉടഞ്ഞെടുക്കാനായിട്ട് കുറച്ച് പ്രയാസമാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഒരു എന്താണ് നമ്മുടെ ഇതുണ്ടല്ലോ ബീറ്റ് ചെയ്യാനുള്ളത് എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ലോണം അതങ്ങ് ഇതേപോലത്തെ എന്തെങ്കിലും വെച്ച് നമുക്ക് നല്ലോണം അങ്ങ് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് വെച്ച് നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് തന്നെ അതങ്ങ് കട്ടകളൊക്കെ ഉടഞ്ഞ് റെഡിയായി കിട്ടുവേ. അപ്പോൾ ഇതവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള അരിപ്പൊടിയുടെ മിശ്രിതവും കൂടെ നമുക്ക് ഇതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിലെ കട്ടകളൊക്കെ ഉടച്ച് നല്ലോണം ഒന്ന് കലക്കിയതിന് ശേഷം നമുക്ക് അതിലോട്ട് അങ്ങ് ഒഴിച്ചു കൊടുക്കാമേ. ഒഴിച്ചു കൊടുത്ത് നമുക്കിത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം കേട്ടോ. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മൾ ഇതിൻ്റെ ബാക്കി റെസിപ്പീസിൻ്റെ പ്രൊസീജിയർ എല്ലാം ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഒരു നുള്ള് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഒരു നുള്ള് ഉപ്പിട്ടതിന് ശേഷം കൈവിടാതെ നല്ലോണം അങ്ങ് ഇളക്കി കൊടുക്കണേ. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ടി പിടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്വീറ്റ് റെസിപ്പി ആയതുകൊണ്ട് തന്നെ നെയ്യ് ആഡ് ചെയ്യുന്നതാണ് കേട്ടോ ടേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് നെയ്യ് ഇഷ്ടമില്ലെന്നുണ്ടെങ്കിൽ ഈ സമയം 1 ടേബിൾ സ്പൂൺ ഏതെങ്കിലും ഓയിൽ യൂസ് ചെയ്താലും മതി കേട്ടോ. എന്നാലും നെയ്യാണ് കേട്ടോ ബെസ്റ്റ്. അപ്പോൾ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഏലക്ക പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതേപോലെ പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം അങ്ങ് വിട്ട് വരണം കേട്ടോ. അപ്പോൾ നോൺ സ്റ്റിക്ക് പാൻ ഉപയോഗിക്കുന്നതാണ് കേട്ടോ കൂടുതൽ നല്ലത്. അപ്പോൾ ഇതേപോലെ അങ്ങ് വിട്ട് വരുന്ന സമയമാകുമ്പോൾ നമുക്കിതിലേക്ക് ഒരു 10-12 കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അത് കട്ട് ചെയ്ത് നമുക്ക് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുക്കാമേ. ഇത് നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇതേപോലെ കാഷ്യൂനട്ടൊക്കെ കടിക്കാനായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റ് ആണ്. അപ്പോൾ ഞാൻ അതെല്ലാം കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, നല്ലോണം ഫ്ലെയിമിൽ നിന്നൊക്കെ നല്ലോണം അതങ്ങ് ഇളകി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതങ്ങ് ഓഫ് ചെയ്യാം കേട്ടോ. ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാമേ. അപ്പോൾ ഇത് നല്ലോണം അങ്ങ് ഇളകി റെഡിയായി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. പാത്രത്തിൽ നിന്നൊക്കെ നല്ലോണം ഇതങ്ങ് വിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തു. ഇനി ഇതിനെ നമുക്കൊരു പാത്രത്തിലോട്ട് അങ്ങ് സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് വേണ്ടി ഏതെങ്കിലും നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്ന ഏതെങ്കിലും പാത്രം വേണമെങ്കിൽ എടുക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു സ്റ്റീൽ പാത്രം എടുക്കാം കേട്ടോ. അതിനുശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ചതിന് ശേഷം ചുറ്റും ഒന്ന് നെയ്യ് അങ്ങ് തടവി കൊടുക്കാമേ. നെയ്യ് ഒന്ന് തടകിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും നട്ട്സ് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് കാഷ്യൂ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളുടെ കയ്യിൽ ബദാം ഉണ്ടെങ്കിൽ അതും ചെറുതായിട്ട് കട്ട് ചെയ്ത് 2 പീസാക്കി എടുത്ത് നമുക്കതും വെച്ച് കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ള എള്ളും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ
എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കൊണ്ടാണ് കേട്ടോ ആഡ് ചെയ്തത്. ഇനി നിങ്ങളുടെ കയ്യിലുള്ളത് ബ്ലാക്ക് ആണെങ്കിൽ അതും ആഡ് ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ കുറച്ച് വെള്ള എള്ള് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതും കൂടെ ഒന്ന് ഇട്ടതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ കൂട്ട് നമുക്കിതിലോട്ടങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നമ്മൾ ഒഴിക്കുമ്പോൾ തന്നെ അത് അതേപോലെ അതങ്ങ് റെഡി ആയിട്ട് ഇളകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവാണ് കേട്ടോ കറക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് പാത്രത്തിലോട്ടങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചതിന് ശേഷം നമുക്കൊരു സ്പൂൺ എന്തെങ്കിലും വെച്ച് അതങ്ങ് ലെവൽ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ സ്പൂൺ വെച്ച് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം. സെറ്റ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം നമുക്കിത് പാത്രത്തിലോട്ട് മാറ്റി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ചൂടോട് കൂടി കഴിക്കാനും ടേസ്റ്റാണ്. എന്നാൽ കുറച്ചുകൂടെ നല്ല രീതിയിൽ തണുത്തതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്തെടുത്ത് കഴിക്കാനാണ് കേട്ടോ ടേസ്റ്റ്. അപ്പോൾ നമുക്കിത് പുറത്ത് വെച്ച് തന്നെ നമുക്കിതൊന്ന് തണുപ്പാക്കി എടുക്കാം, ചൂട് മാറ്റിയെടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഒരു 10 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ച് കഴിയുമ്പോഴത്തേക്ക് അത് നല്ലോണം ചൂടൊക്കെ ആറി സെറ്റായി കിട്ടും കേട്ടോ. അത് നമുക്ക് ഒരു കത്തി കൊണ്ട് ഇതേപോലെ സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കാമേ. പെട്ടെന്ന് തന്നെ അത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ ഇത് സൈഡൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രത്തിലോട്ട് വെച്ച് നമുക്കിതങ്ങ് എടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഒരു പാത്രം വെച്ച് കൊടുത്ത് തിരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയായി കിട്ടും കേട്ടോ. ഇതാ ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്താൽ മതി, അതങ്ങ് ഇളകി വരും കേട്ടോ. കണ്ടല്ലോ, നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. കഴിക്കുമ്പോൾ ഇത് ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കിയ ഒരു റെസിപ്പിയാണെന്നേ പറയില്ല കേട്ടോ. അത്രയ്ക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഹൽവ പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഹൽവയുടെ ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, കട്ട് ചെയ്യുമ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നല്ല സോഫ്റ്റ് ആണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്കൊക്കെ നല്ലോണം ഇഷ്ടപ്പെടും കേട്ടോ. അപ്പോൾ ബാക്കി വന്ന ചോറുണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലത്തെ നല്ല അടിപൊളി റെസിപ്പിയൊക്കെ തയ്യാറാക്കി നോക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കി വന്ന ചോറ് കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റ് റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കയറി കണ്ടോണേ. അപ്പോൾ ഇതാ നോക്കിക്കേ, നല്ല ചന്തമല്ലേ. ചന്തമൊന്നും മാത്രമല്ല കേട്ടോ, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. കണ്ടല്ലോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട്. നല്ലൊരു അടിപൊളി ഹൽവ കഴിച്ച ടേസ്റ്റാണ് കേട്ടോ. ഇത് കഴിക്കുമ്പോൾ ഉറപ്പായിട്ടും ബാക്കി വന്ന ചോറ് കൊണ്ട് ഇത് തയ്യാറാക്കിയതാണെന്നേ പറയില്ല കേട്ടോ. അത്രയും ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് ഒന്ന് കണ്ടതിന് ശേഷം തയ്യാറാക്കി നോക്കണം. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻസ് ആയിട്ട് അറിയിക്കുകയും ചെയ്യണം കേട്ടോ. അപ്പം മുൻപോട്ട് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ അടിപൊളി റെസിപ്പീസാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. അപ്പോൾ അതെല്ലാം ഒന്ന് കയറി കണ്ട് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്കൊരു സ്വീറ്റ് റെസിപ്പിയൊക്കെ തയ്യാറാക്കാൻ തോന്നുന്ന സമയത്ത് നമ്മളെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ മസ്റ്റായിട്ട് നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം കേട്ടോ. ബൈ ബൈ.